പാർട്ടി കമ്മിറ്റികളിലേക്ക് പോകും. പാർട്ടി ഏരിയ കമ്മിറ്റികളിൽ ഇയാൾ പങ്കെടുക്കും, പാർട്ടി ലോക്കൽ കമ്മിറ്റികളിൽ പങ്കെടുക്കും. യോജിപ്പോട് കൂടി തന്നിരുന്ന സഖാക്കളെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇയാളെ പ്രശ്നം ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, ഇയാൾ ആരോപണങ്ങൾ കൊണ്ടുവരികയാണ്. ആ കമ്മിറ്റിയിൽ നിന്ന് ആരോപണം വരണമെങ്കിൽ അവിടെ നിന്ന് സഖാക്കൾ ഉന്നയിക്കണ്ടേ? അവിടെ നിന്ന് പറയില്ല. അതിന് പകരം ഇദ്ദേഹം അങ്ങോട്ട് പറയുകയാണ്. അതിന്റെ പേരിൽ അന്വേഷണ കമ്മീഷനായി നടപടിയായി ആ കമ്മിറ്റിയിലെ കുറെ ആളുകളെ തിരിച്ചുവിടപ്പെട്ട കമ്മിറ്റിയിലേക്ക് ഇയാളുടെ പാർശ്വവർത്തികളായ കുറച്ച് ആളുകളെ കമ്മിറ്റിയിലേക്ക് എടുക്കും, എന്നിട്ട് മേൽ നടിക്കും. ആ കമ്മിറ്റി എന്റെ വർഷത്തായി. ഇങ്ങനെ കമ്മിറ്റി പിടിക്കുന്ന ഒരു സെക്രട്ടറി മാത്രമല്ല, ഇതിന്റെയൊക്കെ ഭാഗമായി എത്ര വിരോധികളുണ്ടായി ഈ പാർട്ടി പാലക്കാട് ജില്ലയിൽ. പലരും ഇയാളോടുള്ള വിരോധം കാരണം പാർട്ടി വിരോധികളായി മാറി. കോൺഗ്രസിലേക്ക് പോയി, മുസ്ലിം ലീഗിലേക്ക് പോയ ആളുകളുണ്ട്. ഇയാൾ നേതൃത്വം കൊടുക്കുന്നിടത്തോളം കാലം ഈ പാർട്ടി രക്ഷയില്ല. അങ്ങനെ വിവിധ പാർട്ടികളിലേക്ക് പോയവരുണ്ട്. മഹാഭൂരിപക്ഷം ആളുകൾ ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടി ഉറച്ചു നിന്നു, മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെ നിന്ന വിരോധികൾ, ഇയാളോട് വിരോധമുള്ള ആളുകൾ, ഇയാളുടെ നിലപാടുകൾ കൊണ്ട് ഒരിക്കലും യോജിപ്പില്ലായ്മ, ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല എന്ന കടുത്ത വിമർശനം ഉയർത്തുന്ന ആളുകളുടെ ആകെ കൺവെൻഷൻ അല്ല ഇവിടെ ചേരുന്നത്. ഇയാളോട് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുദേവനെയും കടത്തിവെട്ടി ഇയാൾ 5 കൊല്ലക്കാലം കൊണ്ട് അനേകായിരങ്ങളെ വിരോധികളാക്കി, ഇത്രയധികം വിരോധികളാക്കി മാറ്റിയ ഒരു സെക്രട്ടറി ഈ ദുനിയാവിൽ, ഈ ഭൂമി മലയാളത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സുരേഷ് ബാബുവിനെ പോലെ